ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററിലെയും പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന ചാപ്റ്ററിലെയും ഉറപ്പായിട്ടും ചോദിക്കുന്ന രണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കാം. മിസ് ട്രിക്കിലൂടെയൊക്കെ ഇത് സെറ്റ് ആക്കുന്നതാണ്. ഓക്കെ, ഒരു സംശയം വേണ്ട, ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിരിക്കും. ഓക്കെ, ഒരു 90% നമുക്ക് ഉറപ്പ് കൊടുക്കാം ഇത് ചോദിച്ചിരിക്കും. ഓക്കെ, റെഡി ആണോ? റെഡി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഡെമോക്രസിയെ കുറിച്ചാണ്, ജനാധിപത്യത്തെ കുറിച്ചാണ്. അപ്പോൾ ഉറപ്പായിട്ടും ജനാധിപത്യത്തെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് എന്താണ് ഡെമോക്രസി എന്ന് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഡെമോക്രസിയുടെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, ഗുണമേന്മകൾ, അഡ്വാൻറ്റേജസ് എന്ന രീതിയിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ്സ് ഒക്കെ അവിടെ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പവർ ഓഫ് പീപ്പിൾ ഓർ റൂൾ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡെമോക്രസി എന്താണെന്ന് എഴുതും. അതിനുശേഷം നമ്മൾ ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് എഴുതുക. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ ഫില്ല് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, ഡെമോക്രസിയുടെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ മിസ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ കോഡ് പറഞ്ഞുതരാം. അതാണ് നമ്മുടെ എന്ത്? പോ ഫ്രൈ. ഓക്കെ, കോഡാണ് PO ഫ്രൈ, പോ ചിക്കൻ ഫ്രൈ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബാസ്ക്കറ്റ്, ഇതിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്. അപ്പൊ പോ ഫ്രൈ ആണ് നമ്മുടെ കോഡ്. ഓക്കെ, അപ്പൊ P എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? P എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് പവർ ഓഫ് പീപ്പിൾ ആണ് അല്ലെ. പവർ ബിലോങ് ടു ദ പീപ്പിൾ. ഓക്കെ, അപ്പൊ ജനാധിപത്യത്തിൽ പവർ ആർക്കായിരിക്കും? അധികാരം ആർക്കായിരിക്കും? ജനങ്ങൾക്കായിരിക്കും ഉണ്ടാവുക. ആർക്കാണ്? ജനങ്ങൾക്കാണ് ഉണ്ടാവുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. രണ്ടാമത്തേത് O ആണ്. O എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ എന്തുണ്ടാവും? ഒരു ജയിച്ച പാർട്ടിയും ഒരു തോറ്റ പാർട്ടിയും ഉണ്ട്. ആ ഒരു ഓപ്പണന്റ് പാർട്ടിയാണ് നമ്മൾ ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത്. ഒപ്പോസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യും, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എന്തിലൂടെ? ക്രിറ്റിസിസത്തിലൂടെ. ഓക്കെ, അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് ഗവൺമെന്റിനെ സഹായിക്കാൻ ഒപ്പോസിഷൻ പാർട്ടി ഉണ്ട്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം എവിടെയുണ്ട്? ഡെമോക്രസിയിലുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനിതാ നമ്മുടെ F ആണല്ലേ വരാനുള്ളത്. F എന്ന് പറഞ്ഞാൽ യെസ്, ഡെമോക്രസിയിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഉണ്ടാവും. സ്വതന്ത്രവും നീതിപൂർവകവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എവിടെയാണ് ഉണ്ടാവുക? ഡെമോക്രസിയിലാണ് ഉണ്ടാവുക. എല്ലാവർക്കും ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ജനാധിപത്യത്തിലാണ് ഉണ്ടാവുക. ഇനി അടുത്തത് നോക്കിയേ, 6 ആണല്ലേ. റൂൾ ഓഫ് ലോ എൻഷുവേഴ്സ് ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച എവിടെയുണ്ട്? ജനാധിപത്യത്തിലുണ്ട്. എല്ലാവരും ഇവിടെ നിയമത്തിന് മുമ്പിൽ ഈക്വൽ ആണ്, അവിടെ ഒരു വേർതിരിവും ഇല്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? I ആണല്ലേ. I രണ്ടെണ്ണം ഉണ്ട് മക്കളെ. ഒന്ന് ഇൻഡിപെൻഡന്റ് മീഡിയയും രണ്ടാമത്തേത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയുമാണ്. ഇൻഡിപെൻഡന്റ് മീഡിയ എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളെയും ഗവൺമെന്റിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്താൽ നിയമം അനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട്, എല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി കൂടി നമുക്കുണ്ട്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളുണ്ട്. അതേപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയും ഇവിടെ നമുക്ക് കാണാം, ഡെമോക്രസിയിൽ കാണാം. അപ്പൊ ഇപ്പൊ തന്നെ പഠിക്കാം, പോ ഫ്രൈ ആണ്. പവർ ബിലോങ്സ് ടു പീപ്പിൾ, പിന്നെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ഒപ്പോസിഷൻ പാർട്ടി, റൂൾ ഓഫ് ലോ, ഇൻഡിപെൻഡന്റ് മീഡിയ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. പഠിച്ചോ? സെറ്റ് ആണോ? യെസ്. ഓക്കെ, ഇനിതാ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ അടുത്ത ചാപ്റ്റർ അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററിൽ ചോദിക്കുന്നതാണ്. എയർ, പിന്നെ വാട്ടർ, അതേപോലെ റോഡ് ട്രാൻസ്പോർട്ട് അല്ലേ, ലാൻഡ് ട്രാൻസ്പോർട്ട്, ലാൻഡ്, എയർ, വാട്ടർ, കരഗതാഗതം, ജലഗതാഗതം, അതേപോലെ വ്യോമഗതാഗതത്തെ കുറിച്ച് നമുക്ക് ചോദിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജസും ചോദിക്കാൻ
ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട് എന്താണ്? ലാൻഡ് എന്ന് പറഞ്ഞാൽ കരയിലൂടെ പോകുന്നത്, വാട്ടർ എന്ന് പറഞ്ഞാൽ ജലത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, എയർ എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ലാൻഡ് ട്രാൻസ്പോർട്ട് ഷോർട്ടും മീഡിയവും ചെറിയ ദൂരം പോകാൻ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട് ആണ്. വാട്ടർ ട്രാൻസ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഹെവി ഗുഡ്സ്, നല്ല ഭാരമുള്ള ഗുഡ്സ് കയറ്റാണ്. അതേപോലെ കച്ചവടത്തിനും ബെസ്റ്റ് ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്. ഇനി നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ആണ് പോകേണ്ടത്, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ എല്ലാവരും ഏത് യൂസ് ചെയ്യണം? എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം. ഇവിടെ ദാ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പം ഇത് എയർ ട്രാൻസ്പോർട്ടോ ലാൻഡ് ട്രാൻസ്പോർട്ടോ വാട്ടർ ട്രാൻസ്പോർട്ടോ ഏതുമാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ടർ ട്രാൻസ്പോർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്, എക്കണോമിക് ഫ്രണ്ട്ലി ആണ്, അതേപോലെ ലോവർ പൊല്യൂഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് കൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഉറപ്പിച്ചോ ഇത് എക്സാമിന് ചോദിച്ചിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഹൗ ക്യാൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇംപ്രൂവ് എക്കണോമിക് ഗ്രോത്ത് ഇൻ എ റീജിയൻ? എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം? ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ട്രേഡ് കച്ചവടം എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ഇത്ര മാത്രമേ നമുക്കിടാ ഈ ഒരു സെഷനിൽ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ ഒരു സെഷൻ വാച്ച് ചെയ്യുക, ഫുള്ള് വാച്ച് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.